घनसावधान, घनविश्राम, घनसावधान, ध्वजवंदन स्थिती. वंदे मातरम. സ്വദേശ മന്ത്രം. ഓ ഭാരതമേ, നിന്റെ സ്ത്രീത്വത്തിന്റെ ആദർശം സീത, സാവിത്രി, ദമയന്തിയാണെന്ന് മറക്കരുത്. നീ ആരാധിക്കുന്ന ദൈവം സന്യാസിമാരുടെ മഹാനായ തപസ്സും സർവത്യാഗിയായ ശങ്കരനും ഉമയുടെ നാഥനുമാണെന്ന കാര്യം മറക്കരുത്. നിന്റെ ദാമ്പത്യവും സമ്പത്തും ജീവിതവും ഇന്ദ്രിയ സുഖത്തിനു വേണ്ടിയുള്ളതല്ല എന്ന കാര്യം മറക്കരുത്. മാതാവിന്റെ ബലിപീഠത്തിലേക്കുള്ള ബലിയായാണ് നീ ജനിച്ചതെന്ന व्यायामयोग स्थिति. व्यायामयोग 1 2 3 4 5 और संयोजन योग करो. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 उपविशा. നമസ്തേ. നിങ്ങൾക്ക് എല്ലാവർക്കും മഹാഭാരതത്തിലെ അഭിമന്യുവിനെ അറിയും. അഭിമന്യു അറിയായിരുന്നു കൗരവരുടെ സേനാപതിയായ ഭീഷ്മനെ ചക്രവ്യൂഹം ഭേദിച്ചുള്ളിൽ കടന്ന് ഒരു വഴി ഉണ്ടാക്കി തന്നാൽ മതി. ആ ഗ്യാപ്പിൽ ഞങ്ങൾ കയറി പോകാം. നീ അങ്ങനെ ചെയ്യാം. ചക്രവ്യൂഹം ഭേദിച്ചുള്ളിൽ കയറിയിട്ട് 100 കണക്കിന് ആളുകള് അഭിമന്യുവിന്റെ അമ്പിനെറിയും. ലാസ്റ്റ് എല്ലാരും കൂടിയിട്ട് അഭിമന്യുവിന്റെ വാളും പൊട്ടിച്ചിട്ടു. അങ്ങനെ അഭിമന്യു കത്തെടുത്തു. അഭിമന്യു എന്നിട്ട് തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. അതായത് 6 വലിയ യോദ്ധാക്കള്, അശ്വത്ഥാമ, ദ്രോണ, കർമ്മൻ, അങ്ങനെ വലിയ വലിയ യോദ്ധാക്കള് യുദ്ധത്തിന് 6 ആള് ഒരുമിച്ച് അഭിമന്യുവിനെ उत्तिष्ठ. घनसावधान, घनविश्राम.
Got us all done. Do it in the city. Visarjaya. ലാവണ്യം ലാവണ്യം എന്നുള്ള സൗന്ദര്യം നടത്തേണ്ട ഉപ്പ് നടത്തേണ്ട പാടില്ല ഞാൻ പറഞ്ഞു ഒരു പുരാതന കാലം മുതൽ നമുക്ക് യന്ത്രസർവസം എന്ന് പറയുന്ന ആ ഒരു ശാഖ നമുക്കുണ്ടായിരുന്നു. അതുപോലെ ലോകത്തിൽ പൂജ്യം സമ്മാനിച്ചതാരാണ്? ഭാരതീയരാണ്. മനസ്സിലായില്ലേ? പൂജ്യം കണ്ടുപിടിച്ചതാരാണ്? പ്ലസ് 2 പ്ലസ് 3. അപ്പൊ ഇങ്ങനെയുള്ള ആ മാത്തമാറ്റിക്സിൽ പൂജ്യം കണ്ടുപിടിച്ചത് ഭാരതീയരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഭാരതത്തിലെ ശാസ്ത്രം വളരെ അതുപോലെയുള്ള ആളുകൾ പിന്നെ അതുപോലെ തന്നെ മുഗളന്മാരെ തന്നെത്തിയ മഹാനായിട്ട് ശിവജി അവരൊക്കെയാണ് നമ്മുടെ ദേശാഭിമാനികൾ അല്ലേ? അവ ശിവജീനെ പഠിപ്പിക്കുന്നുണ്ട് കാട്ടിലെ ഉള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുന്ന ഒന്നാമത്തെ ദർശനമായിട്ടുള്ള വൈശേഷികം ഒന്ന് പറഞ്ഞേ. അതാരാ കണ്ടുപിടിച്ചത്? പേര് കൊടുത്ത് മറ്റു ഋഷികളെല്ലാം പേര് സെലക്ട് ചെയ്യും, ദീർഘായുസ് സെലക്ട് ചെയ്യും. ഇത് കുറച്ചായിട്ട് സെലക്ഷൻ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. എത്ര കാലം മാത്രം ജീവിക്കും? പേര് സ്റ്റാർട്ടായി എന്തായി കറക്റ്റായി ആയി. അശോകവനികയില് ബാക്കിയെല്ലാം കത്തിയുണ്ട്. ശിവദേവി ഇരിക്കുന്ന സ്ഥലം മാത്രമേ കത്താത്ത നശിക്കാത്ത സ്ഥലമുള്ളൂ. അമ്മോട് കഴിഞ്ഞു രാമേശ്വരത്ത് അങ്ങനെ ഭഗവാൻ അമ്പയച്ച്, അതായത് ജനിച്ച അമ്പയച്ചിട്ട് ഞാൻ സമുദ്രം തന്നെ എത്തിക്കാൻ പറഞ്ഞപ്പോൾ വേഗം വരുന്ന പ്രത്യക്ഷപ്പെട്ടു. അപ്പം അത്രയും ശാന്തതയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ചിറ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചിറ കെട്ടി കടന്നു. എന്നിട്ട് ഇവര് കോട്ടയിലേക്ക് എത്തി. കോട്ടയ്ക്ക് അവിടെ ആദ്യം നമ്മുടെ ക്യാമ്പിന്റെ അവസാന ദിവസമാണ്, അതായത് സമാപന ദിവസം. അപ്പോൾ ഈ 5 ദിവസത്തിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അച്ചടക്കം പഠിച്ചു, ഭാരതത്തിന്റെ സംസ്കാരം പഠിച്ചു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചു. നാളെ നിങ്ങൾ വീട്ടിൽ പോവാണ്. ഇനി ജൂൺ 1-ാം തീയതി നിങ്ങൾ വരിക. അപ്പോൾ നമ്മുടെ ക്യാമ്പിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അധ്യക്ഷൻ സ്വാമിജി സംസാരിക്കും. ശ്രീരാമകൃഷ്ണനെ കുറിച്ചിട്ട് ഏതെങ്കിലും മാഷം പറഞ്ഞോ? ശ്രീരാമകൃഷ്ണത്തിൽ ഭഗവാന്റെ കൂടെ പോയിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ശ്രീരാമകൃഷ്ണദേവന് കൊടുക്കുന്ന ലഡു പ്രസാദമൊക്കെ നിവേദിക്കല്ലോ, നമ്മൾ ഭഗവാനെ നിവേദിക്കില്ലേ? ഇന്ന് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടന്നില്ലേ? അതിന്റെ സമ്മാനദാന ചടങ്ങാണ്. അതിനുവേണ്ടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ശിവലാൽ. ചിത്രങ്ങൾ
പൂജകൾക്ക് അറിയാം അല്ലേ? ജനനം തൊട്ട് സമാധി വരെ. പ്രിന്റ് ചെയ്തു ഓരോ പേജായിട്ട് വരച്ചു മാസ്ക് ചെയ്തു പിന്നെ അത് പുസ്തകമാക്കി. ഇവിടെ എത്തിയ അധ്യക്ഷൻ സ്വാമിജിക്ക് നന്ദി.